T-90 ടാങ്ക്, നാക് മിസൈൽ, പിനാക്ക റോക്കറ്റ് ലോഞ്ചർ, ഒപ്പം കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മധ്യദൂര മിസൈൽ തുടങ്ങിയവയൊക്കെ ഇത്തവണത്തെ നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷ ഈ പരേഡിന്റെ ഏറ്റവും മുഖ്യ ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറുകയും ചെയ്യും. കർത്തവ്യപഥിൽ നടക്കുന്ന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് വിശിഷ്ടാതിഥി. ഒപ്പം 90 അംഗ ഫ്രഞ്ച് സേനാ സംഘം ഈ പരേഡിന്റെ ഭാഗമായിട്ട് മാർച്ച് ചെയ്യുന്നുണ്ട്. അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഫ്രഞ്ച് സേനയുടെ ഭാഗത്ത് നിന്ന് 2 റഫാൽ യുദ്ധവിമാനങ്ങൾ അടക്കം അണിനിരക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് വിമാനം ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഫ്ലൈ പാസ്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് സേന ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമ്പൂർണ്ണ പങ്കാളിത്തം ഫ്രഞ്ച് സേനയുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഈ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളികളിൽ ഒരു രാജ്യമായിട്ട് ഈ ഫ്രാൻസ് ഇതിനകം മാറിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുന്ന രീതിയിലാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരിപാടികൾ നടക്കുന്നത്. റിപ്പബ്ലിക് ദിന പരിപാടികളുടെ തുടക്കം രാഷ്ട്രപതി അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുകയാണ്. രാഷ്ട്രപതി അവിടേക്ക് ഈ കർത്തവ്യപഥിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. രാഷ്ട്രപതി അവിടെ എത്തിച്ചേർന്നാൽ ഉടൻ ആചാരപരമായിട്ടുള്ള അഥവാ പരമ്പരാഗതമായിട്ടുള്ള പീരങ്കിയിൽ നിന്നുള്ള വെടിയൊച്ച മുഴങ്ങും. അതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ഒക്കെ ആരംഭിക്കാനായി പോകുന്നത്. ഏതാണ്ട് 90 മിനിറ്റ് 10:30 മുതൽ തുടങ്ങി 90 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും ഇത്തവണത്തെ ഈ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ എന്നതാണ് ഈ ഇത്തവണത്തെ ഒരു പ്രത്യേകത. ഈ രാഷ്ട്രപതിയുടെ അംഗ സേനാ വിഭാഗത്തെ സംബന്ധിച്ച് 250 വർഷം അവർ പൂർത്തിയാകുന്നു, അവരുടെ സേവനത്തിൽ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ കുതിരപ്പട, രാഷ്ട്രപതിയുടെ അംഗരക്ഷകരായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന കുതിരപ്പട രൂപീകരിക്കപ്പെട്ടത്. അവരുടെ 250ാമത്തെ വർഷമാണ്, സേവനത്തിലെ 250ാമത്തെ വർഷമാണ് അവർ എത്തുന്നത്. 1773 അവർ ഇതിൽ പങ്കെടുത്തത്. ഈ ട്രഡീഷണൽ ബഗ്ഗി അഥവാ ഈ കുതിര വാഹനം, രാഷ്ട്രപതിയുടെ കുതിരവാഹനം, അത് ഉപയോഗിച്ചു തുടങ്ങിയത് ഏതാണ്ട് 83 വരെ ഉപയോഗിച്ചിരുന്നതാണ്. അതിന് ശേഷമാണ് അത് ഈ റിപ്പബ്ലിക് ദിന പരേഡുകളുടെ ഭാഗമല്ലാതായി മാറിയത്. എന്നാൽ ഇത്തവണ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രാഷ്ട്രപതി എത്തുന്നത് കുതിരപ്പടയുടെ സാന്നിധ്യത്തിൽ. അവരുടെ ഒരു ആദര സൂചകമായിട്ടാണ് ഈ ട്രഡീഷണൽ ബഗ്ഗി ഇത്തവണ ഉൾപ്പെടുത്താനായി തീരുമാനിച്ചത്. രാഷ്ട്രപതി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കർത്തവ്യപഥിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ഒരുപക്ഷെ ഈ കൂടുതൽ നമ്മൾ ഈ വിദേശ സ്വാധീനത്തിൽ നിന്നും നമ്മുടെ വ്യവസ്ഥകളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തവണ ഈ ബ്രിട്ടീഷ് പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്ന ഈ ട്രഡീഷണൽ ബഗ്ഗി, അതിൽ രാഷ്ട്രപതി വരുന്നത് അതൊരു കൗതുകമായിട്ടുള്ള ഒരു കാര്യമായി മാറുകയും ചെയ്യുകയാണ്. രാഷ്ട്രപതി എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ദേശീയ ഗാനം മുഴങ്ങും. 21 പീരങ്കി വെടിവെച്ച് Once again, as President Draupadi Murmu and President Macron will arrive at the saluting base, who will be received by the Prime Minister and then introduced to the other guests who are here before she makes her way to the saluting base and her special seat. We warmly welcome our honorable chief guest. India and France are long-standing strategic partners in Indo-Pacific. President Macron and President Murmu using the traditional Indian greeting, Namaste, with folded hands, which has now become a global greeting. The atmosphere warming up here as the mist and fog slowly lift to reveal the radiant faces, the joyous crowds that have assembled here. Prime Minister Modi greeting President Murmu and of course his friend
The President രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പമാണ് രാഷ്ട്രപതി എത്തിയത്. ഇപ്പോൾ രാഷ്ട്രപതിയെയും മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോണിനെയും ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുകയാണ് പ്രധാനമന്ത്രി. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, വിവരങ്ങൾ. celebration of their partnership. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റിന് നമ്മുടെ മുഖ്യ സേനാ നായകരെ പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം അവർ മുഖ്യവേദിയിലേക്ക് എത്തും. രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തും. ആചാരപരമായിട്ടുള്ള 21 പീരങ്കി വെടിയൊഴിച്ചകൾ മുഴങ്ങുന്നതിന് തുടർച്ചയായിട്ടാണ് ഈ ദേശീയ ഗാനം മുഴങ്ങുക. ഇത്തവണത്തെ സൈനിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ധീരതയ്ക്കുള്ള സൈനിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. പരംവീർ ചക്ര അടക്കമുള്ളവയാണ് രാഷ്ട്രപതി വിതരണം ചെയ്യുന്നത്. സുബേദാർ മേജർ യോഗേന്ദ്ര സിംഗ് യാദവിനാണ്, ഒപ്പം സുബേദാർ മേജർ സഞ്ജയ് കുമാർ. അശോക് ചക്ര ലഭിക്കുന്നത് മേജർ ജനറൽ പിത്വാല, ഒപ്പം കേണൽ ഡി ശ്രീറാം കുമാർ, ലഫ്റ്റനന്റ് കേണൽ ജാസ് രാം സിംഗ് തുടങ്ങിയവർക്ക് പരമോന്നത സൈനിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യും. നമുക്ക് രാഷ്ട്രപതി വേദിയിലേക്ക് വരുന്നത് കാണാനായി സാധിക്കുന്നുണ്ട്. രാഷ്ട്രപതി മുഖ്യ വേദിയിലേക്ക് വരികയാണ്. നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നു എന്ന് പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട് രാഷ്ട്രപതിക്ക് ഒപ്പം. രാഷ്ട്രപതി മുഖ്യ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് വലിയ ക്രമീകരണങ്ങളാണ് ഈ മുഖ്യവേദിക്ക് ഒരുക്കിയിരിക്കുന്നത്. ഏത് രീതിയിലുള്ള അക്രമത്തെയും പ്രതിരോധിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ മുഖ്യവേദി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി രാഷ്ട്രപതി അവിടേക്ക് of the tricolour unfurled on the 75th Republic Day. രാധാകൃഷ്ണൻ, ഇനിയിപ്പോ രാഷ്ട്രപതി ചടങ്ങുകൾക്ക് തുടക്കമിടുകയാണോ? The President's bodyguard now moving away from the saluting base, and of course they will be back for the closing part of the ceremony once again to escort the President of India, their Supreme Commander, to her official residence, the Rashtrapati Bhavan. And now it's time for the parade to begin, and of course there will be a beautiful flower offering right at the beginning. But we can see over here, for the first time, heralding the parade, a band comprising 112 women artists playing different types of folk and tribal percussion instruments. The dhol and tasha of Maharashtra, the dakpu from Telangana, the dhak and dhol of West Bengal, the shank, the chenda, dolu and kunita of Karnataka. രാജ്യം 75 റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു
കർത്തവ്യപഥിൽ എത്തിയിരിക്കുന്നു. മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും രാഷ്ട്രപതിക്കൊപ്പം എത്തി. 21 नारी शक्ति का परचम गणतंत्र दिवस परेड की शुरुआत में शंख ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഈ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. നാരീശക്തി എന്ന സന്ദേശം പ്രതിദാനം ചെയ്യും വിധമാണ് എല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി ഉള്ള നടപടിക്രമങ്ങൾ? പരേഡ് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പരേഡ് കമാൻഡർ അത് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാർ ആണ്. അദ്ദേഹം ഈ സൈനിക പരേഡിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ കർത്തവ്യപഥിലൂടെ രാഷ്ട്രപതിയുടെ അഭിവാദ്യം നൽകാനായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഡൽഹി മേഖല ആണ് ഈ സെക്കൻഡ് കമാൻഡ് ആയിട്ട് ഉള്ളത്. മേജർ ജനറൽ സുമിത് മേത്ത അദ്ദേഹമാണ് ഇതിന്റെ സെക്കൻഡ് കമാൻഡന്റ് ആയിട്ട് ഉള്ളത്. രണ്ടുപേരും നയിക്കുന്ന മാർച്ച് പാസ്റ്റ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാകും പോവുക. നമുക്ക് പുഷ്പവർഷം നടത്തിക്കൊണ്ട് ഹെലികോപ്റ്ററുകൾ ഈ കർത്തവ്യപഥിലൂടെ മുന്നോട്ട് പോകുന്ന ദൃശ്യവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ അഭിമാന സാംസ്കാരിക സൈനിക പ്രകടനങ്ങളിൽ ഒന്നാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ. ആ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ തുടക്കമായിരിക്കുന്നു, പരേഡിന് തുടക്കമായിരിക്കുന്നു. ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാർ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.